Well, it's only up to Secret Service. I just follow what they'd like to do. So I go by Secret Service and the military. They wanted me to go on a different flight, a different plane, equal safety, but they wanted me to do it, so I do it. I do what they say. What is the nature of the threat? I guess there was a threat out there. I didn't really ask too much about it. I get a lot of threats. നേറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് മടങ്ങുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യമായി വിമാനം മാറ്റിയതായി ഇപ്പോൾ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു. സാധാരണ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് വണ്ണിൽ നിന്ന് ട്രംപിനെ മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിലും കൗതുകരമായ കാര്യം എന്താണെന്നോ? ട്രംപിനെ ഒരു എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിന്റെ മറവിൽ വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ കാത്തിരുന്ന C-32A എന്ന അമേരിക്കൻ സൈനിക വിമാനമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും രഹസ്യമായി വിമാനം മാറ്റിയത്? ട്രംപിന്റെ തന്നെ വിശദീകരണമനുസരിച്ച് സീക്രട്ട് സർവീസും അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരും മറ്റൊരു വിമാനത്തിൽ പോകണമെന്ന് നിർദ്ദേശിച്ചു. ഇതിന് പിന്നിൽ ഇറാനിൽ നിന്നുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വധഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ ട്രംപ് ഏത് വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പുറത്തറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ സുരക്ഷാ നീക്കം. ഇതിനായി എയർഫോഴ്സ് വൺ ഒരു തരത്തിൽ ഡീക്കായ് ആയി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. അതേസമയം ട്രംപ് പിന്നീട് പറഞ്ഞത് താൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഇത് വെറുമൊരു സാധാരണ പ്ലെയിൻ ചേഞ്ച് ആയിരുന്നില്ല. ഒരു കേറ്ററിംഗ് ട്രക്ക്, ഒരു രഹസ്യ സൈനിക വിമാനം, പിന്നെ ഒരു ഡിക്കായ് എയർഫോഴ്സ് വൺ. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ എത്രത്തോളം സങ്കീർണമാണെന്ന് കാണിക്കുന്ന അസാധാരണമായ ഒരു സംഭവമാണിത്.